ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു ഫുഡിൻ്റെ റെസിപ്പി ആയിട്ടല്ല വന്നത്. ഇതുപോലെ ബട്ടർഫ്ലൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നത്. ഇത് കുട്ടികൾക്കൊക്കെ വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. നമ്മൾ കുട്ടികളുടെ ഒപ്പം ഇരുന്നിട്ട് ഈ ലോക്ക്ഡൗൺ ടൈം നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. അതിനായിട്ട് ഞാൻ ഇതുപോലെയുള്ള കുറച്ച് ഗ്ലിറ്റർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ റെഡ് ഞാനിപ്പോൾ ഒന്ന് എടുത്തേ ഉള്ളൂ, പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ വൈറ്റിലാണ് ചെയ്തത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഭംഗി തോന്നിയത് വൈറ്റ് ഗ്ലിറ്റർ പേപ്പറിൽ ചെയ്തപ്പോഴാണ്. ഇനി ഞാൻ ഇതെങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് ഇതുപോലെ ബട്ടർഫ്ലൈസ് മുറിച്ചതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നമുക്ക് ഗൂഗിളിലൊക്കെ ഇതുപോലെയുള്ള ബട്ടർഫ്ലൈസിൻ്റെ ഇമേജ് കിട്ടും. അത് നമ്മൾ ഫോണിൽ സ്ക്രീൻഷോട്ട് എടുക്കുകയോ എന്തെങ്കിലും ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുകയോ ചെയ്യാം. എന്നിട്ട് നമുക്ക് വേണ്ട ഒരു സൈസിലേക്ക് അത് മാറ്റിയതിന് ശേഷം നമ്മൾ ബ്രൈറ്റ്നെസ് ഫുള്ളായിട്ട് കൂട്ടി വെച്ചിട്ട് അതൊരു പേപ്പറിലേക്ക് ട്രേസ് ചെയ്യാം. എന്നിട്ട് ആ പേപ്പർ നമ്മൾ ഇതുപോലെ ഇങ്ങനെ നേർത്തുമ്പോൾ ഇങ്ങനെ ഒരു നല്ല ബട്ടർഫ്ലൈ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് ഒരു ഗ്ലിറ്റർ പേപ്പറിൻ്റെ മേലേക്ക് നമുക്ക് വേണ്ട വിധത്തിൽ ഇതുപോലെ വെച്ചിട്ട് ഒരു പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതുപോലെ തന്നെ കട്ട് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എങ്ങനെയാണോ വരച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു കാര്യം കൂടി പറയാം. ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോക്ക് വോയിസ് കൊടുക്കാൻ കുറച്ച് മടിയായിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വോയിസ് എങ്ങനെ ചളിയാവോ ഇല്ലെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ഒന്ന് ക്ഷമിക്കാം കേട്ടോ. വോയിസ് ചെയ്യുമ്പോൾ ഒരു ചെറിയ ബബ്ബ ആകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. സോറി കേട്ടോ. പല സൈസിലുള്ള ബട്ടർഫ്ലൈസ് ആക്കുന്നതിന് പകരം ഒരു സൈസിലുള്ള ഒരു ചെറിയ സൈസിൽ ബട്ടർഫ്ലൈസ് ആക്കിയിട്ട് ഒരു നൂലിൽ കോർത്തിട്ട് നമ്മുടെ ജനലിൽ കർട്ടൻസ് എല്ലാം ഇല്ലേ, അതിന് പകരം ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ്. പിന്നെ ഞാനൊരു ഷീറ്റ് ഉപയോഗിച്ചിട്ട് 8-9 ബട്ടർഫ്ലൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ബട്ടർഫ്ലൈസ് ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ചെയ്തെടുക്കാം. നമ്മളൊരു ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്തത് കൊണ്ട് തന്നെ ഒരു പേപ്പർ പോലെ തന്നെയാണ് നമ്മൾ ബട്ടർഫ്ലൈ ഉണ്ടാവുക. അതിന് പകരം നമ്മൾ ഇതുപോലെ നടുവിൽ ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് കുറച്ചൊരു പൊങ്ങി നിൽക്കും. ബട്ടർഫ്ലൈൻ്റെ എഫക്റ്റ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു 3D എഫക്റ്റൊക്കെ പോലെ ഉണ്ടാവും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ എല്ലാ ബട്ടർഫ്ലൈസും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഞാൻ വേറൊരു തരത്തിലുള്ള ഗ്ലിറ്റർ പേപ്പർ വെച്ചിട്ടും ഇത് ചെയ്തതാണ് കേട്ടോ. ഈ വെള്ളയുള്ളത്, അധികം ഗ്ലിറ്റർ ഇല്ലാത്തത്. ഇനി ഞാൻ ഇതുപോലെ ഡബിൾ സൈഡ് ടാപ്പ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ നടുവിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് ചുമരിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. നമ്മൾ ടാപ്പും കൂടി ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ പൂമ്പാറ്റയുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആ സ്റ്റിക്കർ റിമൂവ് ചെയ്തിട്ട് അത് ഒട്ടിക്കുകയേ വേണ്ടൂ. പിന്നെ നമ്മൾ പേപ്പറിൻ്റെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. കുറച്ച് ഫ്ലവേഴ്സ് വെക്കുക, പിന്നെ അതിൻ്റെ കൂടെ ഇതുപോലെ പല സൈസിലുള്ള ബട്ടർഫ്ലൈ വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. പല കളർ ഫ്ലവേഴ്സും അതിൻ്റെ കൂടെ ഇതുപോലെ ചെറിയ ചെറിയ ബട്ടർഫ്ലൈസ് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. ഇതോടുകൂടി എൻ്റെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാരെങ്കിലും കാണണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.